ഒരുപക്ഷെ ഒരാൾക്ക് യോഗ്യത ഇല്ലെങ്കിൽ പോലും അയാൾക്ക് യോഗ്യത ആരോപിച്ചുകൊണ്ട് അയാൾ ഏറ്റവും നല്ല ആളാണെന്ന് പറയലാണല്ലോ നമ്മുടെ ഒരു പരിപാടി. അത് നല്ലതാണ്. പ്രസാദാത്മകമായ ജീവിതത്തിന് ദോഷങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതിനേക്കാളും അയാളിൽ ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കാനും വിശ്വസിപ്പിക്കാനും താല്പര്യപ്പെടുന്നതാണ് നല്ലത്. അപ്പോൾ ആ ഒരു നിലയിൽ രാമായണത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരുമ്പോൾ ത്രേതായുഗത്തിലെ ധർമ്മസങ്കല്പത്തെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. കൃത, ത്രേത, ദ്വാപര, കലി എന്ന് 4 യുഗങ്ങളുണ്ട്. കൃതയുഗമെന്നും ത്രേതായുഗമെന്നും ദ്വാപര യുഗമെന്നും കലിയുഗമെന്നും. ഭാരതീയമായ കാലഗണനാ സമ്പ്രദായത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു കൽപ്പനയാണ് ഈ 4 കാര്യങ്ങൾ. അപ്പം ഈ രീതിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. കൃതയുഗം തപസ്സിന്റെ യുഗമാണ്. കൃതത്രേത ദ്വാപര. ത്രേത എന്ന് പറഞ്ഞാൽ ദാക്ഷിണാഗ്നി, ആഹവനീയാഗ്നി തുടങ്ങിയുള്ള 3 തരം അഗ്നികളെ ആധാനം ചെയ്തുകൊണ്ട്